ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഈ വർഷത്തിലെ ആദ്യത്തെ വലിയ സിനിമയായിട്ട് ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ തെലുഗു പാനന്തൻ സിനിമയാണല്ലോ രാം ചരൺ നായകനെ എത്തിയ ശങ്കർ സംവിധാനം ചെയ്ത ഗെയിം ചേഞ്ചർ. തിയേറ്റർ റിലീസിന് മുന്നേ തന്നെ വലിയ പ്രതീക്ഷകളൊന്നും തന്നെ കൂടുതൽ പ്രേക്ഷകരിൽ ഇല്ലാതിരുന്ന ഗെയിം ചേഞ്ചർ എന്ന സിനിമയ്ക്ക് അത് പൂർണ്ണമായിട്ടും ശരിവയ്ക്കുന്ന ഒരു അഭിപ്രായമാണ് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞത്. സിനിമയ്ക്ക് തിയേറ്ററുകളിൽ നല്ല അഭിപ്രായങ്ങളല്ല ലഭ്യമായിരിക്കുന്നത്. ഇനി എല്ലാവരും കൂടുതൽ പ്രേക്ഷകർ നോക്കുന്നത് സിനിമയുടെ ബോക്സ് ഓഫീസിലേക്കാണല്ലോ. വമ്പൻ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ അടുത്തൊരു ശങ്കറിന്റെ ബ്രഹ്മാണ്ഡ സിനിമ കൂടിയാണ് ഗെയിം ചേഞ്ചർ. ഈ തെലുഗു സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ സിനിമയ്ക്ക് ഭേദപ്പെട്ട പ്രീസെയിൽ തന്നെയാണ് ആദ്യ ദിവസം ലോകമെമ്പാട് നിന്നും നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് ഈ സിനിമയുടെ ഹൈപ്പെല്ലാം തന്നെ വെച്ച് വിലയിരുത്തുമ്പോഴാണെന്ന് മാത്രം. അതേസമയം രാം ചരണിന്റെ 2 വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന RRR പോലൊരു ബ്രഹ്മാണ്ഡ സിനിമയ്ക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമ എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ അത്ര നല്ല പ്രീസെയിൽ തുടക്കമല്ല സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. 55 കോടിയാണ് സിനിമയ്ക്ക് ആദ്യ ദിവസം വേൾഡ് വൈഡ് പ്രീസെയിലായിട്ട് വന്നിരിക്കുന്നത്. അതിൽ 41 കോടിയും ഇന്ത്യയിൽ നിന്ന് സിനിമയ്ക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞ പ്രീസെയിലാണ്. RRR സിനിമയിലെ നായകന്മാരാണല്ലോ രാം ചരണും ജൂനിയർ NTRും. ഇരുവരുടെയും ഏറ്റവും പുതിയതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളാണല്ലോ ദേവര ഒപ്പം തന്നെ ഗെയിം ചേഞ്ചർ. RRRലെ നായകന്മാരുടെ ഏറ്റവും പുതിയ സിനിമ എന്ന നിലയിൽ ഇരുവരുടെയും സിനിമകൾ തമ്മിലുള്ള താരതമ്യമാണ് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. അത് വെച്ച് നോക്കുകയാണെങ്കിലും ദേവര എന്ന സിനിമയ്ക്ക് ഒരുപാട് താഴെയാണ് ഗെയിം ചേഞ്ചർ എന്ന സിനിമയുടെ പ്രൈസെയിൽ. ദേവരയുടെ ഇന്ത്യൻ പ്രൈസെയിൽ മാത്രം ആദ്യ ദിവസം 50 കോടി രൂപയ്ക്ക് മുകളിലുണ്ടായിരുന്നു. 88 കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു ആദ്യ ദിവസത്തെ സിനിമയുടെ ഗ്ലോബൽ പ്രീസെയിൽ കളക്ഷൻ. അപ്പോൾ 55 കോടി പ്രീസെയിൽ നേടിയെടുത്ത രാം ചരണിന്റെ ഗെയിം ചേഞ്ചർ ദേവരയ്ക്ക് ഒരുപാട് താഴെയാണ്. അതും ഒരു ബ്രാൻഡ് ഡയറക്ടർ ശങ്കറിനെ പോലൊരു സംവിധായകൻ രാം ചരണിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നത് പ്രത്യേകം എടുത്ത് പറയട്ടെ. ഇനി ആദ്യ ദിവസത്തെ കളക്ഷനും പിന്നീടുള്ള ദിവസങ്ങളിലെ കളക്ഷൻ എല്ലാം തന്നെയാണ് കൂടുതൽ പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത്. ദേവര എന്ന സിനിമയുടെ കളക്ഷനേക്കാൾ കൂടുതൽ കളക്ഷൻ വേണം ഗെയിം ചേഞ്ചർ എന്ന സിനിമയ്ക്ക് തിയേറ്ററുകളിൽ വിജയിക്കാൻ എന്നാണ് ഗെയിം ചേഞ്ചറിന്റെ ബ്രേക്ക് ഇവൻ പോയിന്റ് നോക്കുമ്പോൾ വ്യക്തമാകുന്നത്. 450 കോടിയാണ് ഗെയിം ചേഞ്ചറിന് തിയേറ്ററുകളിൽ വിജയിക്കാനായിട്ട് വേൾഡ് വൈഡ് കളക്ഷൻ വേണ്ടത്. അതിനുമപ്പുറം 500 കോടിയിലേക്കെല്ലാം തന്നെ ഗെയിം ചേഞ്ചറിന് നിലവിലെ അഭിപ്രായങ്ങൾ വെച്ച് എത്താൻ കഴിയുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ഗെയിം ചേഞ്ചർ വാർത്തകൾക്ക്.